അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉദ്ദേശിച്ച രൂപത്തിൽ വളരണമെങ്കിൽ, അയാൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ ആ ലക്ഷ്യത്തെക്കുറിച്ച് തികഞ്ഞ ബോധമുണ്ടായിരിക്കണം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ലക്ഷ്യം വെക്കാനുള്ളത് സ്വർഗമായതുകൊണ്ട് തന്നെ തീർച്ചയായും ആ സ്വർഗത്തിൽ തനിക്ക് പ്രവേശിക്കണമെന്ന ഉത്കടമായ ആഗ്രഹവും അഭിവാഞ്ചയും അവനുണ്ടായിരിക്കേണ്ടതാണ്. അതായത് കൃത്യമായി പരലോകത്തെ ലക്ഷ്യം വെക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, സ്വഹാബികൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധം നിർണയിച്ചു കൊടുക്കുന്നതിൽ പ്രവാചകൻ വളരെയേറെ വിജയിച്ചിരുന്നു എന്നതാണ്. ഇപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായത്തിൽ തൻ്റെ സുഹൃത്തായ ഒരു അൻസ്വാരി ബാലനോട് പറയുകയാണ്, എനിക്ക് പണ്ഡിതനാവണം. അപ്പോൾ ആ അൻസ്വാരി ബാലൻ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് പണ്ഡിതനായിക്കിട്ട് എന്താണ് കാര്യം? ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊക്കെ മത്സരിക്കാൻ താങ്കൾക്ക് കഴിയുമോ? പക്ഷേ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിക്കുന്നു, പണ്ഡിതനാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒട്ടേറെ ദിക്കുകളിൽ നിന്ന് ആളുകൾ സംശയ നിവാരണത്തിന് വേണ്ടി എത്തിച്ചേരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രായം 30 പോലും കഴിഞ്ഞിരുന്നില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ആസിയ ബീവി, അതായത് ഫിർഔന്റെ ഭാര്യ, അവർ ലക്ഷ്യം വെച്ചിരുന്നത് സ്വർഗമായിരുന്നു. റബ്ബി ഇബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഭവനമായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മറ്റാർക്കും നൽകപ്പെടാത്ത രാജാധിപത്യം അദ്ദേഹം ലക്ഷ്യമാക്കിയിരുന്നു. ഇങ്ങനെ ഇതേപോലെ കൃത്യമായൊരു ലക്ഷ്യബോധം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ തന്നെ തീർച്ചയായും അള്ളാഹുവിന് സ്വർഗം ചോദിക്കുക, ഫസ് അലൂഹുൽ ഫിർദൗസിൽ ആലിയ, ഏറ്റവും ഉയർന്നമായ ഫിർദൗസ് നിങ്ങൾ ചോദിക്കണമെന്നാണ്. നമ്മൾ സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയായ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്? അവിടെ ലക്ഷ്യബോധം ലക്ഷ്യം ഏറ്റവും ഉയർന്നതായിരിക്കണം എന്നതാണ്. ഒരു കവി പാടിയതുപോലെ, വലം അറാഫി ഒയൂബിൻ നാസി ഷൈഅ കനഖ്സിൽ ഖാദിരീന അലത്വമാമി, ഒരു മനുഷ്യനെ ഏറ്റവും വലിയ ന്യൂനതയായി ഞാൻ കാണുന്നത് അവൻ കഴിവുള്ളവനായിരിക്കെ അവൻ്റെ ലക്ഷ്യബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിൽ വീഴ്ച വരുത്തലാണ് ഏറ്റവും വലിയ ന്യൂനതയായി ഞാൻ കാണുന്നതെന്ന് ഒരു കവി പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ കൃത്യമായി നമ്മൾ ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോവുകയും അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.